12 വർഷത്തോളമായി പ്രവാസ ലോകത്ത് കഴിഞ്ഞിരുന്ന ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഇവിടെ വരികയുണ്ടായി. അദ്ദേഹം വന്ന് ഇവിടെ ഇങ്ങനെ മുമ്പിലെത്തിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ എന്താ വന്നത്, എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സങ്കടത്തോടു കൂടെ സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം കരയുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം അയാളെ തന്നെ കൺട്രോൾ ചെയ്ത് വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. ജീവിതത്തിൽ വലിയ പ്രാരാബ്ധങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നും ഈ 12 വർഷക്കാലത്തോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞത് വളരെ തുച്ഛമായ സാലറിക്കാണെന്ന്. അദ്ദേഹം ആ ഒരു സാലറി എത്രയാണെന്ന് പറഞ്ഞിരുന്നു, ഞാനിവിടെ പറയുന്നില്ല. അത്രയും തുച്ഛമായ സാലറിക്കാണ് ജോലി ചെയ്തിരുന്നത്. കിട്ടുന്നതൊക്കെ മാസത്തിന് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഇത്രയും നാൾ ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് എനിക്ക് എൻ്റേതായിട്ട് ഒന്ന് എന്ന് പറയാം ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഈ നാട്ടിലിവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. എൻ്റെ വീട്ടിലെ സാഹചര്യം, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം, ഇതൊക്കെ ആലോചിച്ചാണ് ഞാനിപ്പോൾ ഈ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് എത്തിയതാണ്. അദ്ദേഹം പറഞ്ഞതിൽ വേദനപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, 20 മണിക്കൂർ അദ്ദേഹത്തിന് ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. കഷ്ടതയറിഞ്ഞ, ബുദ്ധിമുട്ടറിഞ്ഞ, ഉറക്കമിളച്ച എത്രയോ രാത്രികൾ കഴിഞ്ഞുപോയി എന്ന്. വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ ആ ഒരു യുവാവിന് അള്ളാഹു നല്ലൊരു ജോലി നാട്ടിൽ അള്ളാഹു നൽകിയിട്ട് കുടുംബത്തോടൊപ്പം ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴി നൽകട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ് എന്നും അള്ളാഹു നമുക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലിയും നല്ല അഭിവൃദ്ധിയൊക്കെ നൽകാൻ ചെയ്യേണ്ട ഒരു അമലുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി എന്നുള്ളത്. ഇത്രയും കാലം ജീവിക്കാനല്ലേ, ഇനി ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല സമ്പാദ്യം വേണം അല്ലേ? എങ്ങനെ സമ്പാദ്യം വേണം? ഒരു രോഗം വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അതിന് സമ്പത്ത് ആവശ്യമാണ്. ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ മനുഷ്യത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകണം എന്നുള്ളതാണ്. ആ സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ജോലിയിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ആ നല്ലൊരു ജോലി ഉണ്ടായിരിക്കാനാണ് പലപ്പോഴും പലരും പ്രവാസ ജീവിതം ത്തിലേക്ക് യാത്ര പോകുന്നത്. ആർക്കും ഈ സ്വന്തം നാട് വിട്ട് പ്രവാസത്തേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ട് പോകുന്നൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ നാട്ടിലെ സാലറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ അവിടെയാണ്, അവിടെ ആകുമ്പോൾ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും എന്ന രൂപത്തിലാണ് പിറന്ന നാടും മണ്ണും വിട്ടിട്ട് അവർ യാത്ര പോയിട്ടുള്ളത്. ഈ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നല്ല ചൂടുള്ള സമയത്ത് 18ഉം 20ഉം മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ജോലി ഉണ്ടാവണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ അവർ വന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ തോന്നി, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ളൊരു ദുർവിധി ആർക്കും ഉണ്ടായിരിക്കരുത്. കാരണം ഒരു 10-12 വർഷം ജോലി ചെയ്തു, ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല, നല്ല ആയുസ്സൊക്കെ അവിടെ ചെലവഴിക്കേണ്ടി വന്നു, നല്ല പ്രധാനപ്പെട്ട സമയങ്ങൾ, ഒരുപാട് ഫങ്ഷൻസുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് സ്നേഹം കിട്ടേണ്ടത് നഷ്ടപ്പെട്ടു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് 20 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കായിരുന്നു എന്ന രൂപത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന സമയം അത്രയും വേദനയിലാണ് പറയുന്നത്. ചില ആളുകൾക്കൊന്നും തീരെ ദയയില്ല. ഇത്രയും സമയം ഒരാളെ കൊണ്ടെങ്ങനെ ജോലി ചെയ്യിപ്പിക്കുക? 4 മണിക്കൂർ മാത്രമല്ല ഉറങ്ങാൻ ടൈം കിട്ടുന്ന ഒരു ദിവസത്തിൽ എന്നൊക്കെ നമ്മൾ അവരെക്കുറിച്ച് ഇങ്ങനെ അവരിത് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി നമ്മൾ അതിനെക്കുറിച്ച്. ശരിക്ക് ഇത്തരം സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ,
ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രമം തന്നെയാണ് കേട്ടോ. വിജയത്തിലേക്കുള്ള വാതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും അള്ളാഹു തുറന്നിട്ടുണ്ട്. അത് മലർക്കെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. വിജയത്തിലേക്കുള്ള, നല്ല ജോലിയിലേക്കുള്ള, സമാധാന ജീവിതത്തിലേക്കുള്ള, സന്തോഷ ജീവിതത്തിലേക്കുള്ള വാതിൽ എപ്പോഴും റബ്ബ് തുറന്നിട്ടിരിക്കുകയാണ്. ആ വാതിൽ കാണാനും അതിൽ പ്രവേശിക്കാനും നാം മടി കാണിക്കരുത്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം, നമ്മൾ നന്നായിട്ട് ശ്രമിക്കണം എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ എപ്പോഴും ബറക്കത്തിനെക്കുറിച്ചും നല്ല ജോലി ഉണ്ടാകുന്നതിനെക്കുറിച്ചും നല്ല ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്ത വേണം, അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വേണം. അതേക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. എന്നെക്കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കൂല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കൂല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. അങ്ങനെയാണ് എല്ലാവരുടെ വിഷയം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കൂല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് റബ്ബാണെല്ലാം നിയന്ത്രിക്കുന്നത്. റബ്ബൻ്റെ മുമ്പിലൊക്കെ തുറന്നു തരും. ഞാനതിനെ ഇറങ്ങിയാൽ മതി, ഞാൻ ശ്രമിക്കണം, നന്നായിട്ട് എഫേർട്ട് ഇടണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എന്നിട്ട് നമ്മളതിനെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ പതിയെ പതിയെ ഓരോ വാതിലുകളും തുറന്നു കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതം എന്നുള്ളത് വിലപ്പെട്ടതാണ്. അത് വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ നമുക്ക് കഴിയുമെന്ന് നമ്മൾ കരുതുക. എന്നാൽ അതിനു മുമ്പിൽ എന്ത് പ്രയാസവും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടെ നീക്കം ചെയ്യാൻ പറ്റും. എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കും, എനിക്കതിന് കഴിവുണ്ട്, ഞാനത് നേടിയെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, റബ്ബിനെ തവക്കുലാക്കുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൽ ആ ഒരു പാഷന് വേണ്ടിയിട്ട്, ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ വലിയൊരു ബറക്കത്ത് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് മുമ്പിൽ അത് തുറന്നു കിട്ടും. ഏത് പ്രയാസവും അള്ളാഹിൻ്റെ സഹായത്തോടെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായത്തോടെ അത് ഏത് പ്രയാസങ്ങളെ നീക്കം ചെയ്യാം. പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ദുനിയാവാണ്. അത് ആപേക്ഷികമാണ്. ചില ആളുകൾക്ക് നമ്മുടെ മനക്കരുത്തനുസരിച്ചാണ് ഓരോ പ്രയാസങ്ങളും എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നിരിക്കുന്നത്. എൻ്റെ മനക്കരുത്ത് എങ്ങനെയാണ്, എനിക്കിതിനൊക്കെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവരെ മേൽക്ക് വന്നാലും അവരനങ്ങാപ്പാറയെ പോലെ ഇരിക്കും. അവർക്കൊരു പ്രശ്നവുമില്ല, ആളെ മുമ്പിൽ അതൊരു വിഷയേ ഇല്ല. ആ രൂപത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമ്മുടെ കരുത്തിന് മുമ്പിൽ അത് കീഴടങ്ങണം. അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം, അല്ലേ? കാരണം അങ്ങനൊരു മൈൻഡ് നല്ലൊരു പവർഫുൾ മൈൻഡായിട്ട് എടുക്കണം. ഞാൻ എവിടെയും എന്താവില്ല, നീതിക്ക് വേണ്ടിയല്ലാതെ ഞാൻ തല താഴ്ത്തില്ല, സത്യത്തിന് വേണ്ടിയല്ലാതെ ഞാൻ തല താഴ്ത്തില്ല, അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടാണ് ഞാൻ നീങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ എനിക്ക് ഖൈറാണെങ്കിൽ എൻ്റെ റബ്ബ് അതെനിക്ക് സാധിപ്പിച്ചു തരും എന്നുള്ള നല്ല കരുത്തോടു കൂടെ നമ്മൾ ഇരുന്നോക്ക്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാത്ത ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടും. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ലൊരു മാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും പതിവാക്കാം. ഹദ്ദാദ് റാത്തിബ് പതിവാക്കാൻ പറ്റുമെങ്കിൽ പതിവാക്കാൻ നല്ലതാണ്. അസ്മാഉൽ ഹുസ്ന ഒഴിവാക്കാതെ രാവിലെയും സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം ഓതുക. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരം എന്ന് പറയുന്ന സംഭവം അത് 5 വഖ്ത് ഫർള് നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതൊരു കാരണവശാലും സമയത്തെ വിട്ട് പിന്തിപ്പിക്കാതെ കറക്റ്റ് ടൈമിന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ 2 കാര്യങ്ങളൊന്നും ചെയ്ത് ഇത് മാത്രം ചെയ്ത് മുന്നോട്ട് പോയി നോക്കൂ. തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ നല്ലൊരു പാഷനുണ്ട്, നമ്മളതിൽ നല്ലോണം എഫേർട്ട് ഇടുന്നുണ്ട്, നമുക്കൊരു ഗോൾ നേടിയെടുക്കാനുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് തുറന്നു തരാനുള്ള വഴികളൊക്കെ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിച്ച് തരും. നിങ്ങളൊന്നും ചെയ്തു നോക്കുക, ഒരു 6 മാസമെങ്കിലും ഇത് കൃത്യമായിട്ട് നിസ്കാരം കറക്റ്റ് ടൈമിന് നിസ്കരിച്ച് അള്ളാഹിനോടൊന്ന് ദുആ ചെയ്ത് നോക്ക്. അള്ളാഹ് അത് നമ്മളെ മുമ്പിൽ തുറന്നു തരും. എത്ര അനുഭവങ്ങളുണ്ടെന്നറിയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം പല വിഷയങ്ങളും പറഞ്ഞ്, ജോലിയില്ലാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.